CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, CS സുജാത എന്നിവർ കന്യാസ്ത്രീകളെ കാണാൻ ദുർഗ് ജയിലിലെത്തി. അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായി ദുർഗ് ജയിലിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അനൂപ്, നിരവധി നേതാക്കൾ ഇപ്പോൾ ഇടത് നേതാക്കൾ നേരത്തെ തന്നെ എത്തിയിരുന്നതാണ്. ഇപ്പോൾ 2 നേതാക്കൾ കൂടി എത്തുന്നു. നിരവധി നേതാക്കൾ ദുർഗിലേക്ക് എത്തുന്നുണ്ട്. വളരെ വേഗത്തിലൊരു മോചനം എന്നൊരു അന്തരീക്ഷം അവിടെ ഒരുങ്ങുന്നുണ്ടോ? ഇന്ന് ഒരുപക്ഷെ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷ പൊതുവിലുണ്ട്. കാരണം ഇന്നലെ അമിത്ഷാ പറഞ്ഞതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇന്ന് നേതാക്കളുടെ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ കോൺഗ്രസിന്റെ 5 MPമാർ വിമാനം ഇറങ്ങിയിരുന്നു. അവർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ജയിലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPMന്റെ മുൻ MP കൂടിയായിട്ടുള്ള PK ശ്രീമതി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള PK ശ്രീമതിയും CS സുജാതയും ഇവിടെ എത്തി. അവർ ജയിലിന് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം നമ്മൾ നേരെ കാണുന്നത് സെൻട്രൽ ജയിലിലെ പ്രധാന ഭാഗമാണ്. അതിന്റെ ഇടതുഭാഗത്താണ് വനിതാ ജയിൽ. അവിടേക്ക് അവർ അല്പസമയത്തിനകം പ്രവേശിക്കും. എന്നിട്ട് കന്യാസ്ത്രീകളെ കണ്ട് വിവരങ്ങൾ ആരായും. അവർ പോയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് MPമാർ എത്തും, 5 പേർ. അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പോഴത്തേക്ക് ഇടത് MPമാർ ജോൺ ബിട്ടാസും ഒപ്പം തന്നെ P സന്തോഷ് കുമാറും എത്തും. ഇങ്ങനെ നേതാക്കളുടെ ഒരു വലിയ ഒഴുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇവിടേക്ക് ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ ഈ ജാമ്യത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. NIA കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനൂപ് ദാസാണ് ദുർഗ് ജയിലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. 2 കോൺഗ്രസ് MLAമാർ നേരത്തെ തന്നെ അവിടെ തുടരുന്നുണ്ട്. സജി ജോസഫും റോജിയും ജോണും. ഇപ്പോഴിതാ PK ശ്രീമതിയും CS സുജാതയും ദുർഗ് ജയിലിലേക്ക് എത്തുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നാണ് P ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ, പിന്തുണ പ്രഖ്യാപിക്കൽ, നിയമപരമായ നീക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ ദുർഗിലും ഡൽഹിയിലും ഒക്കെ നടക്കുന്നത്. സഭകളുടെ ഭാഗത്ത് നിന്ന് കർശന സ്വരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചു. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പ്രധാനമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടു, ആഭ്യന്തരമന്ത്രിയെ സന്ദർശിച്ചു. ഇടത് MPമാർ ആഭ്യന്തരമന്ത്രിയെ സന്ദർശിച്ചു. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. UDF MPമാരുടെ സംഘം ദുർഗ് ജയിലിലെത്തി കന്യാസ്ത്രീകളെ ആദ്യം കണ്ടു. അതിന് പിന്നാലെ ഇടത് സംഘം അവിടേക്ക് എത്തി. UDF സംഘത്തിലുണ്ടായിരുന്ന 2 പേർ അവിടെ തുടരുന്നുണ്ട്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അനൂപ് ആന്റണി ദുർഗിലേക്ക് എത്തിയിരുന്നു. അവിടെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ടതിൻ്റെ ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കന്യാസ്ത്രീകളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചിരുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രതികരണങ്ങൾ വന്നു. അതേസമയം തന്നെ BJP-ക്ക് അതിരൂക്ഷമായ വിമർശനമുണ്ടായി. ന്യൂനപക്ഷ വേട്ട വീണ്ടും നടക്കുന്നു എന്തായിരുന്നു രൂക്ഷമായ വിമർശനം. വിഷയത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെടണം എന്ന ആവശ്യം. ഒടുവിൽ ഇപ്പോൾ വേഗത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അനൂപ് ദാസാണ് ദുർഗിൽ നിന്ന് തുടരുന്നത്. അനൂപ്, ഇന്നിപ്പോൾ NIA കോടതിയെ തന്നെ സമീപിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണല്ലോ. അങ്ങനെ ഒരു നിയമോപദേശമാണല്ലോ ഈ കേസിൽ ഇടപെട്ടുന്ന ആളുകൾക്ക് ലഭിച്ചത്. കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തോ? NIA കോടതിയെ സമീപിക്കാൻ തന്നെയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴും ഉള്ളത്. ഏറ്റവും ഒടുവിൽ ഈ ഹർജി സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സഭാ നേതൃത്വവുമായിട്ടുള്ള ഒരു കൂടിയാലോചന നടക്കുകയാണ്. അത് ഷോൺ ജോർജ്, റോജി ജോൺ MLA ഉൾപ്പെടെയുള്ളവർ അതിലുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ ആ വലിയ വരിയിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ജോസഫ് മാത്യു ഉണ്ട്. അദ്ദേഹം വന്ദനയെ 2 കന്യാസ്ത്രീകളെയും കാണുന്നതിന് വേണ്ടിയുള്ള അനുമതിക്കായി അവിടെ വരി നിൽക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ കന്യാസ്ത്രീമാരെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ആൾക്കൂട്ടം ഇന്ന് ഇവിടെ ജയിലിനകത്ത് കഴിയുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 10-20 പേരെ മാത്രമാണ് നമ്മൾ കണ്ടത് എങ്കിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകൾ, ഏതാണ്ട് 200ഓളം പേർ ഇന്നിവിടെ ജയിലിൽ കിടക്കുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. എന്തായാലും വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ, ഒപ്പം തന്നെ CPM പ്രതിനിധികൾ, അതിൻ്റെ കൂടെ ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 പേരും ഇവിടേക്ക് എത്തുന്നു. ഒപ്പം കോൺഗ്രസിന്റെ MPമാർ എത്തുന്നു. ഇങ്ങനെ ഇന്ന് വളരെ സജീവമാണ് ജയിൽ പരിസരം എന്ന് പറയാൻ പറ്റും. ഒരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രതീക്ഷ ഇന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് UDFന്റെയും LDFന്റെയും MPമാർ അമിത്ഷായെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴുള്ള ചെറിയ ആശയക്കുഴപ്പം ഈ
NIA കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഏറ്റവും ഒടുവിലായി വീണ്ടും സഭാ നേതൃത്വവുമായി അഭിഭാഷകൻ കൂടിയാലോചന നടത്തുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച ഏറ്റവും ഒടുവിലത്തെ വിവരം നമുക്ക് ഉടൻ തന്നെ ലഭ്യമാവുമെന്ന് കരുതുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് ഈ നിമിഷം ദുർഗ് ജയിലിന് മുന്നിലുള്ള എല്ലാ ആളുകളും. അനൂപ് ദാസാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ദുർഗ് ജയിലിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ വിവിധ സമയങ്ങളിലായി ജയിലിലെത്തി, ഇന്നലെയുമൊക്കെ ജയിലിലെത്തി അവരെ കണ്ടിരുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരെ സന്ദർശിക്കുന്നുണ്ട്. നിയമപരമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകനുമായി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് ജാമ്യ ഹർജി NIA കോടതിയിൽ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. അതേസമയം തന്നെയാണ് ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ വിഷ്ണുദേവ് സായ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമന്ത്രിയും അദ്ദേഹം കാണുന്നുണ്ട് എന്നാണ് വിവരം. ഛത്തീസ്ഗഡ് പോലീസിന്റെ നിലപാട് ശരിയാണ് എന്തായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള MP മാരോട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആ നിലപാട് എന്നത് NIA കോടതിക്ക് ഈ വിഷയം കൈമാറേണ്ടിയിരുന്നില്ല, അത്ര ഗൗരവത്തിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നില്ല എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ മോചനം സാധ്യമാകും. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യ ഹർജി എതിർക്കില്ല എന്ന ഉറപ്പാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയതും. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസം കോടതി വളപ്പിന് തൊട്ട് മുന്നിൽ, കോടതി വളപ്പ് എന്ന് തന്നെ പറയാം, അവിടെ ബജറംഗ് ദൾ പ്രവർത്തകരുടെ വലിയ മുദ്രാവാക്യം വിളി കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കേസ് പരിഗണിക്കുമ്പോൾ ജാമ്യം തള്ളിയെന്ന് മാത്രമല്ല അധികാര പരിധി ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് സെഷൻസ് കോടതി NIA കോടതിക്ക് വിഷയം വിടുക കൂടി ചെയ്തപ്പോൾ ആഹ്ലാദ പ്രകടനമായിരുന്നു. ഈ കന്യാസ്ത്രീകളെയും യുവാവിനെയും അസഭ്യം പറഞ്ഞ ബജറംഗ് ദൾ വനിതാ നേതാവ് വലിയ ആഹ്ലാദത്തോടു കൂടി സംസാരിക്കുന്നതുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുൾപ്പെടെയുള്ള നിലപാടിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? ഇന്ന് അത്തരം പ്രതികരണങ്ങളും ആഹ്ലാദവും ഒക്കെ ഉണ്ടോ അവിടെ? ഈ തുടക്കം മുതൽ ഈ കന്യാസ്ത്രീകളെയും ഒപ്പം ഉണ്ടായിരുന്ന യുവാവിനെയും അതിരൂക്ഷമായി ചിലരെ വാക്കുകൊണ്ടും ചിലരെ കായികമായും ആക്രമിച്ച ആളുകളാണ് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ. അതിൽ പ്രധാനപ്പെട്ട നേതാവ് ജ്യോതി ശർമ്മയാണ്. ജ്യോതി ശർമ്മയോട് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഒരു നിർദ്ദേശം ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം കോടതിക്ക് സമീപമല്ല, കോടതിയിൽ തന്നെ, കോടതി കെട്ടിടത്തിന് തൊട്ട് മുന്നിൽ കോടതി വളപ്പിൽ തന്നെയായിരുന്നു വലിയ പ്രതിഷേധവും ആഹ്ലാദ പ്രകടനവും ആക്രോശവും എല്ലാം, വലിയ മുദ്രാവാക്യം വിളികളും എല്ലാം ബജ്രംഗ് ദൾ നടത്തിയത്. പക്ഷേ ഇന്നലെ അവരെ നഗരത്തിൽ എവിടെയും കണ്ടിരുന്നില്ല. ഇന്ന് ജയിലിന് പരിസരത്തേക്ക് അവർ വന്നിട്ടില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇവരെല്ലാം സംഘപരിവാറിന്റെ സംഘടനകളാണ്, സംഘപരിവാർ നിയന്ത്രിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ നിയന്ത്രിക്കുന്ന ആരെങ്കിലും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, ബജ്രംഗ് ദള് ഇവരെ കന്യാസ്ത്രീകൾ ഏതറ്റം വരെ പോയാലും ഞങ്ങൾ അവിടെ പോയി പോരാടുമെന്നും പറഞ്ഞിരുന്നു. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകുന്നത്. നേരത്തെ ഹൈക്കോടതിയിലേക്ക് പോകും എന്നൊക്കെ ഈ ബജറംഗ് ദൾ നേതാക്കൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കുറെ കൂടി മയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മയപ്പെടാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്.